വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ സംബന്ധിച്ചാണ്. വെറുതെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നിന്ന് ആൻസർ തരുന്നതല്ല. ഫോർ എക്സാമ്പിൾ, അവരൊരു ക്വസ്റ്റ്യൻ തരുന്നു, ആ ക്വസ്റ്റ്യന് താഴെ 2 സ്റ്റേറ്റ്മെന്റ് തരുന്നു, ഈ 3 സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. അപ്പൊ അതിനകത്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്ന രീതിക്കും ഒരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റുകളുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇത് കാണാവുള്ളൂ. കാരണം എങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഓപ്ഷൻസിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം എന്നത് ഫസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ ഇത് ഒരു ബോറിംഗ് ആക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അതിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള ക്വസ്റ്റ്യനകത്ത് ദർ വിൽ ബി എ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് ശേഷം 2 സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത് ആ 2 സ്റ്റേറ്റ്മെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒന്നെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ, മറ്റേത് ഉപയോഗിച്ച് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ 2 ഉപയോഗിച്ചാൽ മാത്രമേ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ 2 സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻസിനെ ചൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ അതിനകത്തുണ്ട്, നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്തിട്ട് മാത്രമേ കാണാവുള്ളൂ. കാരണം അതർവൈസ് ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. ഓൾറെഡി പറയുന്നത് പോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യനകത്ത് നമുക്കൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് നമ്മളൊന്ന് കീപ്പ് ചെയ്യാനോ, നമ്മളൊരു പ്രീ ഡിസൈഡഡ് ആയിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ആൻസറിനെ അപ്രോച്ച് ചെയ്യാനോ പാടില്ല. എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഈസ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് 60 ഐറ്റംസ് ക്യാൻ ബി ഈസ് ഗ്രേറ്റർ ദാൻ 25. അതായത് 60 ഐറ്റംസിന്റെ ആവറേജ് കോസ്റ്റ് 25 രൂപയിൽ കൂടുതലാവും. 2 പോസിബിലിറ്റികൾ, ഒന്നെങ്കിൽ ഏസ് ആവാം അല്ലെങ്കിൽ നോ ആവാം. ഈ ഏസ് ആണോ നോ ആണോ എന്നുള്ളത് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം ആവറേജ് കോസ്റ്റ് ഓഫ് 60 ഐറ്റംസിന്റെ ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 25 രൂപയിൽ കൂടുതലാണെങ്കിൽ നത്തിങ് ബട്ട് ടോട്ടൽ കോസ്റ്റ് ഓഫ് 60 ഐറ്റം എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് 60 items എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഗ്രേറ്റർ ദാൻ 60 into 25, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1500, 1500 കൂടുതലാണ്. അപ്പൊ ആവറേജ് കോസ്റ്റ് ഓഫ് 60 ഐറ്റംസിന്റെ 25 രൂപയിൽ കൂടുതലാണോ നോക്കുന്നതിന് പകരം ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1500 രൂപയിൽ കൂടുതലാണോ നോക്കിയാൽ മതി. രണ്ടിന്റെയും ആൻസർ ഒന്ന് തന്നെയാണ്. നമ്മൾ നോക്കി, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത് 2/5 of them cost ₹30 each. 2/5 of them. That means if you are taking 2/5 of the total article, mean 2/6 of 60. In the parayumbo you can cancel it by 5. You will get 12 here. 12 into 2, that is equal to 24 items. So 24 items ഉണ്ട്. 24 items in the cost എന്ന് പറയുന്നത് 30 രൂപ വെച്ചാണ്. 30. That means 24 items in the total cost എന്ന് പറയുന്നത് 24 items in the cost എന്ന് പറയുന്നത് 24 into 30, that is nothing but equal to 720 rupees. 720 രൂപയാണെന്ന് കിട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 1/3 of them cost ₹40 each. അതായത് 1/3 of the 60 item, that is nothing but equal to 20 items. 20 ഐറ്റംസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 40 രൂപ വെച്ചാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 20 into 40 equal to 800 രൂപ എന്ന് വരും. കറക്റ്റ്. ഇനി നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് 2/5 of them കോസ്റ്റ് എന്ന് പറയുന്നത് 30 rupees ആണെങ്കിൽ 24 എണ്ണത്തിന്റെ കോസ്റ്റ് 720. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് ആവറേജ് കോസ്റ്റ് 60 ഐറ്റം 25 മണ്ടയിലാണോ എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാക്കി എല്ലാത്തിന്റെ വില 0 ആണെങ്കിൽ 720 divided by 60 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബിക്കം ലൈക്ക് 12 rupees. അതായത് ആവറേജ് കോസ്റ്റ് 12 ആണ്. അപ്പൊ അതിന്റെ ഗ്രേറ്റർ നോ എന്ന് പറയേണ്ടി വരും. പക്ഷെ ഇതിന്റെ വില എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്ന് വെച്ചാൽ 100 രൂപ വെച്ചിട്ടാണെങ്കിൽ ഒബ്വിയസ്ലി ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് 25 കൂടുതലായിപ്പോ. സോ നമുക്കത് യെസ് കിട്ടും. സോ യെസ് ആണോ നോ ആണോ എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് 20 ഐറ്റംസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് 800 ആണ്. അതിന്റെ അർത്ഥം 60 ഐറ്റത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1500 കൂടുതലാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതലാകുമെന്നോ കുറവാകുമെന്നോ 1500 ആകുമെന്നോ പറയാൻ പറ്റത്തില്ല. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടോ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിനെയും കമ്പൈൻ ചെയ്താൽ 24 ഐറ്റംസിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 720 രൂപ, 20 ഐറ്റത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 800 രൂപ. അങ്ങനെയാണെങ്കിൽ കൂട്ടിയാൽ 44 ഐറ്റത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1520 രൂപ.
അതായത് 44 ഐറ്റംസിന്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 1520 രൂപ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 1500. 44 ഐറ്റത്തിന്റെ ടോട്ടൽ കോസ്റ്റ് 1500 കൂടുതലാണെങ്കിൽ ഒബ്വിയസ്ലി 60 ഐറ്റത്തിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1500 കൂടുതലായിരിക്കും. സോ അപ്പൊ ഇതിന്റെ ആൻസർ എന്ത് വരും? യെസ് വരും. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടോ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ ദിസ് cannot be answered. The question can be answered by using either of the statement alone. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വൽ ഉപയോഗിച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആൻസർഡ് ബൈ യൂസിംഗ് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റ് ടുഗദർ. രണ്ട് സ്റ്റേറ്റ്മെന്റുകളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. രണ്ട് സ്റ്റേറ്റ്മെന്റ് ഇൻഡിവിജ്വൽ ആയിട്ട് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റത്തില്ല. സോ ദ ഓപ്ഷൻ 3 ആയിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഗോയിങ് ടു ബി ഓപ്ഷൻ 3. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ സൊല്യൂഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യും. സോ നമ്മൾ സൊല്യൂഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നതാവും. Channel there are different videos are available connecting with the Indian polity, quantitative aptitude, reasoning, class 10 plus 1 plus 2 maths, physics, chemistry topics are there. There are some extra topics are also available in different playlists. You can check it over there. As a token of gratitude, please like to this particular video. Please subscribe to our channel. Please share with the people those who are intended to learn. We are very happy to inform that there are various playlists are available. At least one playlist will be useful for any one person. So if you share with the many, it would be a gratitude for us as well as it will be useful for many of our friends. Please keep watching, keep learning. Thanks for watching. Bye.